ഈ പറഞ്ഞ വെറ്റിനറി കോളേജുകൾ ചൂസ് ചെയ്ത് ഞാൻ പ്രൈവറ്റ് വെറ്റിനറി കോളേജുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു എൻറ്റയർലി നിങ്ങളോട് കമ്മിറ്റ് ചെയ്ത ഫീസിനേക്കാൾ ഒരു 10 lakhs നിങ്ങൾ കൂടുതൽ അടയ്ക്കേണ്ടി വരും. അതെ, കാരണം നമ്മളൊരു 5 lakh ഡിഫറൻസ് നോക്കിയായിരിക്കും ചിലപ്പോൾ ഒരു ബി ഗ്രേഡ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി കോളേജിൽ പോയി ചേരുന്നത്. അതെ. പക്ഷേ ആക്ച്വലി നമുക്ക് ഒരു 5 lakh ചിലപ്പോൾ ലോസ് ആയിരിക്കും ചിലപ്പോൾ അവിടെ വരുന്നത്. കാരണം നമ്മളൊരു 2 സബ്ജക്റ്റ് തോറ്റ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആ ഒരു 5 lakh കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. കാരണം വെറ്റിനറിയുടെ റൂൾ അനുസരിച്ച് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻറ്റയർ 1 ഇയറിലെ ഫീസ് അടയ്ക്കേണ്ടി വരും. ഒന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഹിഡൻ ഫീസസ്, സ്പെഷ്യൽ ഫീസസ്, ഹോസ്റ്റൽ ഫീസ് കൂടുതൽ, എ സിക്ക് വേണ്ടി സെപ്പറേറ്റ് ചാർജ് മേടിക്കുക, അതെ അല്ലെങ്കിൽ എ സിയുടെ കറണ്ട് ബില്ല് നിങ്ങൾ പേ ചെയ്യുക. അതെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ തോറ്റുപോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് പൈസയിലുപരി നമുക്ക് ഈ പറഞ്ഞ എന്താ ഒരു ഇമോഷണൽ സംഭവങ്ങളും ഡാമേജസ് അവിടെ നമ്മൾ സംഭവിക്കും. പെട്ടുപോയല്ലോ അല്ലേ, നമ്മളോട് നമ്മളൊരു ചെറിയ പെടുത്തിയല്ലോ. അതെ, നമ്മളോട് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ മേടിക്കുന്നതും ഈ പറഞ്ഞ പോലെ നമ്മളെ ചീറ്റ് ചെയ്ത് 1 lakh കോളേജ് മേടിക്കുന്നത് നമുക്ക് ഒത്തിരി ഹർട്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതെ, നമ്മൾ ഇയർലി ഫീസ് മാത്രം നോക്കിയല്ല ഒരു കോളേജ് ചൂസ് ചെയ്യേണ്ടത്, ടോട്ടൽ ബഡ്ജറ്റ് എങ്ങനെ വരും അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞേക്കുന്നത് ഈ ലോ ക്വാളിറ്റിയിലെ ബി ഗ്രേഡ് കോളേജുകളിലെ ടോട്ടൽ ഫീസും പ്രീമിയം വെറ്ററിനറി കോളേജിലെ ഫീസും തമ്മിൽ നിയർലി സെയിം ആണെന്ന് നമ്മൾ പറയുന്നത്. അതെ, ഈ പറഞ്ഞല്ലോ നമുക്ക് ആകെ ഉള്ളത് 8 വെറ്ററിനറി കോളേജുകളാണ്. അതിൻ്റെ അകത്തൊരു 4 നമുക്ക് ഇവിടെ ഇരുന്ന് വേണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതെ, എപ്പോഴും കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ വേണ്ട ചില കോളേജ് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ ഈ 4 കോളേജിനെ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ എന്താണ് ഓൾമോസ്റ്റ് അതിൻ്റെ ഫീസും ഈ ബി ഗ്രേഡ് കോളേജിൻ്റെ ഫീസും ഏകദേശം ഈക്വലാണ്. അതെ, നമുക്കൊരു 30 lakhs പ്ലസ് ഹോസ്റ്റൽ ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ. സോ അതുപോലെ തന്നെ നമുക്കൊരു പ്രീമിയം കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ ചില ലോ ഗ്രേഡ് കോളേജുകൾ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ച് ഈ പറയുന്ന ആ ഒരു ഫീസ് ഡിഫറൻസ് കോമ്പൻസേറ്റ് ചെയ്യും. അതെ, അല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളീസ് പഠിക്കുന്ന കോളേജിലൊക്കെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷമായിട്ടും ഫസ്റ്റ് ഇയറിൽ 100% പാസ് പെർസെൻറ്റേജ് ഉണ്ട്. സോ നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കുന്നത്? സോ ഏറ്റവും ഒരു മൈനർ ഡിഫറൻസ് നോക്കേണ്ട ഏറ്റവും ബെസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.